ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ടി വിയിലൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, എറണാകുളത്തുള്ള ഒരാൾ, അയാൾ ഫേസ്ബുക്കിൻ്റെ നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്. ഫേസ്ബുക്കിലൂടെ ചാറ്റി ഒരു ബംഗ്ലാദേശുകാരനെ ഫേസ്ബുക്ക് വഴി അയാൾ ചാറ്റി അയാളുമായിട്ട് നല്ല സൗഹൃദമായി. അങ്ങനെ നല്ല സൗഹൃദമായപ്പോഴേക്കും അയാൾക്ക് തോന്നി, ബംഗ്ലാദേശിനെ എന്തുകൊണ്ട് നമ്മളുടെ കേരളത്തിലേക്കൊന്ന് ക്ഷണിച്ചുകൂടാ? കേരളത്തിൽ വളരെ നല്ല ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണാനായിട്ട് ബംഗ്ലാദേശിനെ അയാൾ കേരളത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ബംഗ്ലാദേശി കേരളത്തിലേക്ക് വരാനായിട്ട് ആരെന്നെ ക്ഷണിക്കുമെന്നുള്ള മനോഭാവത്തിലിരിക്കുകയായിരുന്നു ബംഗ്ലാദേശി അപ്പോൾ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇയാൾക്ക് നമ്മുടെ എറണാകുളംകാരന് ഭയങ്കര സന്തോഷമായി. വന്നു, വീട്ടിലെ നല്ല അതിഥി, നമ്മളൊക്കെ നല്ല ആതിഥ്യമര്യാദയുള്ള ആളുകളാണല്ലോ. അതിഥിനെ സ്വീകരിച്ചിരുത്തി കേരളത്തിലെ പല സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശി തിരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു പോയപ്പോഴേക്കും നമ്മുടെ എറണാകുളത്തുള്ള അയാളുടെ മൂത്ത മകൾക്ക് പിന്നെ 10ാം ക്ലാസ്സിലേക്ക് കയറാനായിട്ടിരിക്കുന്നുള്ളൂ. 9ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ 14 വയസ്സുള്ള പെൺകുട്ടിയുമായിട്ടാണ് നമ്മുടെ ബംഗ്ലാദേശുകാരൻ തിരിച്ചു പോയത്. പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ബംഗ്ലാദേശിനെ ക്ഷണിച്ച എറണാകുളംകാരൻ ആകപ്പാടെ വെപ്രാളവും പരമേശമായി. പൊന്നോമന മകൾ 2 കുട്ടികളാണ് ആകെയുള്ളത്. മൂത്ത മകളെയും കൊണ്ട് ബംഗ്ലാദേശി കടന്നു കളഞ്ഞ് ബംഗ്ലാദേശിലേക്ക് പോയി എന്നാണ് ഓർത്തത്. പക്ഷേ ബംഗ്ലാദേശിലേക്ക് പോയില്ലായിരുന്നു. ഫോണൊക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് ഇയാളുടെ മകളുമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കറങ്ങി നടക്കുകയാണ്. ബംഗ്ലാദേശ് വരെ എത്തിയില്ലായിരുന്നു. എന്താണെങ്കിലും അയാളെ പിടിച്ച് പോലീസ് കയ്യോടെ പൊക്കി. ഒരാഴ്ച ശേഷം മകളുമായിട്ടുള്ള ചുറ്റിക്കറങ്ങലിനൊക്കെ ശേഷമാണ് 14 വയസ്സായുള്ള പെൺകുട്ടികളായിട്ട് ചുറ്റിക്കറങ്ങിന് ശേഷമാണ് പോലീസ് പിടിച്ചത് എന്നോർക്ക്. ഇപ്പോൾ അയാളെ റിമാൻഡ് ചെയ്തു, ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആക്കാനാണെങ്കിലും സ്നേഹബന്ധം സ്ഥാപിക്കാനൊക്കെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ ഒന്നും കൂട്ടാതെ പോരാഞ്ഞിട്ടാണ് ബംഗ്ലാദേശിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചതൊക്കെ. സൗഹൃദം വളരെ വിശാലമായ അർത്ഥമുള്ള സംഗതിയാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശുമായിട്ട് സൗഹൃദം ചെയ്തത് മാത്രമല്ല, ബംഗ്ലാദേശിനെ ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചിട്ട് തൻ്റെ വീട്ടിൽ ഒപ്പം താമസിപ്പിക്കുകയും ചെയ്തതെന്നാണ് അയാൾ കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. ഞാൻ സന്ദർഭവശാൽ ഈ കാര്യം പറഞ്ഞതാണ്. നമ്മുടെ ട്രാവൽ സുനുവിൻ്റെ ഇന്ന് നിങ്ങളുമായിട്ട് പറയാനുള്ള കഥ ഇതല്ല. ഞാൻ പറയുന്നത് നമ്മുടെ പെരുമ്പാവൂരടുത്തുള്ള കാലടിയിലുള്ള ഒരു ജോർജിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ജോർജിനും ഭാര്യ ഷേർലിക്കും സംഭവിച്ചത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിയണം. ജോർജ് കാലടിയിൽ ഒരു മലഞ്ചരക്ക് വ്യാപാരി, അങ്ങനെയുള്ള ഒരു കട നമുക്ക് തൽക്കാലം മലഞ്ചരക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കടയാണെന്ന് മാത്രം നമ്മൾ അറിയുക. നമുക്കറിയാമല്ലോ, കാലടിയുടെ അടുത്താണ് പെരുമ്പാവൂര് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അന്യസംസ്ഥാനക്കാരുടെ ഒരു പെരുമ്പാവൂർ സംസ്ഥാനമാക്കാനുള്ള കാഴ്ചപ്പാടിലൊക്കെയാണ് അവർ. അത്രമാത്രം അന്യസംസ്ഥാനക്കാർ പാർക്കുന്ന സ്ഥലമാണ് ഈ കേരളത്തിൻ്റെ ഏകദേശം ഹൃദയഭാഗത്തൊക്കെ ഉള്ള ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒറീസക്കാർ, ആസാമികൾ, പിന്നെ അതുകൂടാതെ UP-ക്കാർ, ധാരാളം ബംഗാളികൾ, ഈവൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ബംഗ്ലാദേശികൾ, അങ്ങനെ ധാരാളം അന്യ സംസ്ഥാനക്കാരുടെ ഒരു വിഹാര കേന്ദ്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പെരുമ്പാവൂർ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ജോർജിന് ഞാൻ പറഞ്ഞു അവിടെ കടയാണ്. അദ്ദേഹത്തിന് മലഞ്ചരിക്കുമൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ്. ജോർജിന് 3 കുട്ടികളുണ്ട്. 10 വയസ്സ്, 8 വയസ്സ്, 6 വയസ്സുള്ള 3 കുട്ടികളാണുള്ളത്. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയുമാണുള്ളത്. ജോർജിന് ഏകദേശം ഒരു 37 വയസ്സുണ്ട്. ജോർജിനെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി തടിയൊക്കെ ആയിട്ട് അല്പം വയറൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു ആളാണ്. അത്യാവശ്യം മദ്യപിക്കുകയൊക്കെ ചെയ്യും. ഇച്ചിരി തടിമാടനായിട്ടുള്ള ആളാണ്. ജോർജ് തൻ്റെ വിവാഹ സമയത്തൊക്കെ നല്ല 6 പാക്കൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടി ആയിട്ടിരുന്ന ആളാണ്. പക്ഷേ എങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കടയിലൊക്കെ ആകുമ്പോൾ ഒരേ ഒരു ഇരിപ്പല്ലേ, വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. അപ്പം ഇരിപ്പൊക്കെ ആകുന്ന ആൾക്കാർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, അല്പം വയറൊക്കെ ആകും, അസുഖങ്ങളൊക്കെ വരും, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരും. പിന്നെ ആരോഗ്യസ്ഥിതിയിലൊക്കെ ഇച്ചിരി മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ എത്തും എന്നുള്ളത് ഒരു വസ്തുതപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജോർജിൻ്റെ ഭാര്യ ഷേർലി അങ്ങനെ ആയിരുന്നില്ല. അത്യാവശ്യം ഒരു ധനാഢ്യനാണ് കേട്ടോ. ഷേർലി വീട്ടിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും അത്യാവശ്യം ഇറങ്ങുന്നൊന്നുമില്ല. നല്ല വെളുത്ത സുന്ദരിയായിട്ടുള്ള അല്പം തടിയൊക്കെയുള്ള ഒരു സ്ത്രീയാണ്. 3 കുട്ടികളുടെ അമ്മയാണെങ്കിലും കാഴ്ചയിലെ ഷേർലി കണ്ടു കഴിഞ്ഞാൽ 3 കുട്ടികളുടെ അമ്മയാണ് എന്നുള്ള ഇതൊന്നും പറയത്തില്ല. 10, 8 പിന്നെ 6 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിലും ഷേർലി ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഷേർലി. ഞാൻ പറഞ്ഞ ജോർജുമായിട്ട് കമ്പാരിറ്റീവ്ലി പറയുക കഴിഞ്ഞാൽ കടയിലിരിക്കുന്ന തടിമാടനായ ജോർജിനെ പോലെ അല്ല വീട്ടിലിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള ഷേർലി, ടു ബി ഫ്രാങ്ക്ലി.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ 2-3 പണിക്കാരുണ്ട്. പണിക്കാർ ഉള്ളതൊക്കെ ബംഗാളികളും ആസാമികളും ഒക്കെയാണ്. അവിടെ ഒരു ഒറീസക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. ഈ ഒറീസക്കാരൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ബംഗാളികളെ പോലെയല്ല, കുറച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആളുകളാണ് ആസാമികൾ. ഇപ്പോൾ ആസാമികൾ ഇപ്പോൾ ഈ ചപ്പിയും മൂക്കും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, ഇച്ചിരി പതിഞ്ഞ കണ്ണൊക്കെയാണ് ആസാമീസിനുള്ളത്. പക്ഷേ ഒറീസക്കാരങ്ങനെയല്ല. യുപിക്കാർ ഒറീസക്കാരൊക്കെ നല്ല ഭംഗിയുള്ള ആളുകളാണ്, നല്ല വെളുത്തിട്ട് നല്ല സ്റ്റാമിനയൊക്കെ 6 പാക്കൊക്കെ ആയിട്ടുള്ള നല്ല ആളുകളാണ് ഈ ഒറീസക്കാരൊക്കെ. അപ്പോൾ ഈ കടയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഈ ഒരു 10-24 വയസ്സുള്ള ഒറീസക്കാരൻ ഒരു പയ്യനുണ്ട് അവിടെ. അവൻ ഇടയ്ക്കിടയ്ക്ക് ജോർജിൻ്റെ വീട്ടിലൊക്കെ പോകും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക, ജാതിക്ക. വീട്ടിലാണെങ്കിൽ അത്യാവശ്യം തോട്ടമൊക്കെ ഉണ്ട്, പിന്നെ ജാതിയും ഗ്രാമ്പും ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം റബ്ബറൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത്യാവശ്യം വീട്ടിൽ നിന്നുള്ള ഈ മലഞ്ചരക്ക് സാധനങ്ങളും മറ്റുമൊക്കെ കടയിലേക്ക് കൊണ്ടുവരാനും കടയിലെ കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കടയും വീടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ 3 ജോലിക്കാരുണ്ടെങ്കിലും ഈ ഒറീസക്കാരൻ കടയും വീടുമായിട്ടൊക്കെ ഇച്ചിരി ബന്ധപ്പെട്ടൊക്കെ കഴിയുന്ന ആളുകളാണ്. അങ്ങനെ പോകെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ ഷേർലിക്ക് ഒറീസക്കാരനോട് വല്ലാത്തൊരു പ്രേമം തോന്നി. കാരണം ഒറീസക്കാരൻ വളരെ സ്മാർട്ടാണ്, കാണാൻ സ്മാർട്ടാണ്, നല്ല ഏകദേശം ഒരു 6 പൊക്കമൊക്കെ ഏകദേശമൊക്കെ ഉണ്ട്, പിന്നെ നല്ല വെളുത്തിട്ടാണ്, നല്ല സ്മാർട്ടാണ്, നല്ല ചാമിങ് ആണ് ആൾ, നല്ല 6 പാക്കൊക്കെയാണ്. ജോർജിനെ പോലെ കുടവേറും ചാടി പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ബാക്ക് ഫ്രണ്ട് ഒന്നും ഉന്തി അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. ഇവനെ കാണാനൊക്കെ നല്ല ചെറുപ്പമാണ്, നല്ല യങ്ങാണ്, നല്ല എനർജറ്റിക്കാണ്, എന്തൂസിയാസ്റ്റിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലിരിക്കുന്ന ഷേർലിക്ക് അതിനുള്ള ഒരു അവസരം ഒത്തതുകൊണ്ടായിരിക്കാം, പ്രോബബ്ലി ഷേർലി കുറ്റപ്പെടുത്തുകയല്ല. എന്താണെങ്കിലും ആ 24-കാരനോട് വല്ലാത്ത പ്രണയമായി. പ്രണയം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രണയിക്കാനുള്ള അവസരം ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നാ വെച്ചാൽ അതിനുള്ള അവസരം കിട്ടുമ്പോഴങ്ങ് പ്രണയിക്കുക എന്നുള്ളതാണ്. ആ പ്രണയം മൂത്ത് രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിലെത്തി. അല്പം സ്വർണ്ണം അതുമൊക്കെ ആയിട്ട് പിന്നെ ഷേർലി തീരുമാനിച്ചു. അവനോട് പറഞ്ഞു, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നമുക്കങ്ങ് ഒളിച്ചോടി പോകാനുള്ള പ്രധാനമായിട്ടുള്ള അതിന് മുൻകൈ എടുത്ത ആരാണെന്ന് ചോദിച്ചാൽ ഷേർലിയാണ്. നമ്മുടെ ഒറീസക്കാരനെ അത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല. ഷേർലി അങ്ങ് മുൻകൈ എടുത്തിട്ട് ഒറീസക്കാരനോട് പറഞ്ഞു, നമുക്ക് ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടുന്ന് പോയിട്ട് നിൻ്റെ നാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാം, നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്നാക്കി നമ്മുടെ പ്രേമലോലുപതയിലേക്ക് നമുക്ക് ഊളിയിട്ട് നല്ല ആർത്തുല്ലസിച്ച് നമുക്ക് വളരെ സമാധാനപരമായിട്ട് നല്ല പരസ്പരം കരളും കിഡ്നിയും ഹൃദയമൊക്കെ കൈമാറി അങ്ങനെ ആ ഒരു പ്രേമത്തിൻ്റെ ആ അവാച്യമായ അനുഭൂതിയിൽ നമുക്ക് മുങ്ങിത്തപ്പി നമുക്കങ്ങ് ജീവിക്കാൻ ഇനിയുള്ള കാലം. അപ്പം അവൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു കാണും, നിനക്ക് 3 പിള്ളേരില്ലേ? അതെ. അപ്പോൾ പിള്ളേരൊക്കെ കലിവില്ല, പിള്ളേരൊക്കെ പോട്ടെ, ഇവിടെയുണ്ട്, പിള്ളേരുടെ അപ്പനുണ്ടല്ലോ, അപ്പൻ അല്ലെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും കടയിലെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല, ഇനി കുറച്ച് നാൾ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കട്ടെ, എപ്പോഴെങ്കിലും വീട്ടിൽ വന്നെങ്കിൽ വന്നു, പോയെങ്കിൽ പോയി, എപ്പോഴും ജാതിക്കായും ജാതിപത്രിയും ഒട്ടുപാലും റബ്ബർ ഷീറ്റും പിന്നെ കൊക്കോക്കായുടെ ഒക്കെ പിന്നാലെ നടക്കുന്ന ആളല്ലേ. അപ്പം ഞാനൊരാൾ ഇവിടെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുവാണല്ലോ. അപ്പോൾ അയാൾ കുറച്ച് നാൾ ഇനി പിള്ളേരെയൊക്കെ നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി ആ രീതിയിലേക്ക് അങ്ങ് പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്തേക്കാം, നമുക്കങ്ങ് ഒളിച്ചോടാമെന്ന് പറഞ്ഞപ്പം അല്പം സ്വർണ്ണമൊക്കെ ആയിട്ട് ഷേർലി അങ്ങനെ തയ്യാറായിട്ടിരുന്നു. ഒറീസക്കാരൻ വളരെ സ്വർഗം കിട്ടിയ പ്രതീതിയായി. എന്ന് വെച്ചാൽ യജമാനൻ്റെ പിന്നെ ഭാര്യ യജമാനത്തി രാജ്ഞിയായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേവകനെ പ്രണയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പ്രണയ പുഷ്പം അവർക്ക് തരളിതമായി പൂവിടാനും കായിടാനും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ ചേർന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് അങ്ങ് നമ്മുടെ ഒറീസയിലേക്ക് അങ്ങ് ഒളിച്ചോടാനായിട്ട് അവർ തീരുമാനിക്കുകയും വീട്ടിൽ ഭർത്താവിനോട് പറഞ്ഞു, എഴുതി വെച്ചു, ഞാൻ മടുത്തു, നിങ്ങൾ കൊക്കോക്കായുടെ കൂടെയും റബ്ബർ ഷീറ്റിൻ്റെ കൂടെയും ഒട്ടുപാലിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ പ്രണയിച്ച് നിങ്ങൾ ആ കടയിൽ അവിടെ തന്നെ ഇരുന്ന് കുറച്ചുകൂടെ വയറൊക്കെ വീർപ്പിച്ച് കള്ളൊക്കെ കുടിച്ച് അവിടെ തന്നെ ഇരിക്കുക, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ഈ 3 പിള്ളേരുണ്ട്, പിള്ളേരുടെ കാര്യം നിങ്ങളുടെ പാടായാലും നിങ്ങളുടെ വീട്ടുകാരായി അവരായാലും പിള്ളേരെയൊക്കെ നോക്കിക്കോളും, എങ്ങനെയാണെങ്കിലും പിള്ളേരുടെ പിന്നെ എന്താ പറയുക പിച്ച വെക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, അവർ പിള്ളേർക്ക് കുഴപ്പമില്ലാണ്ട് പിള്ളേർ ജീവിച്ചോളും, എനിക്ക് എൻ്റെ ജീവിതമുണ്ട്, ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു, ഞാൻ എൻ്റെ പ്രണയിതാവിൻ്റെ കൂടെ എൻ്റെ കാമുകൻ്റെ കൂടെ ഞാൻ എൻ്റെ ജീവിതം തേടി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഷേർലിയുടെ ഒറീസക്കാരനായ കാമുകനും ഒരു സുപ്രഭാതത്തിലല്ല, ഒരു ഈവനിങ് വൈകുന്നേര സമയത്ത് അവർ എല്ലാം പ്ലാൻ ചെയ്ത പോലെ അപ്പോൾ സ്വർണ്ണമൊക്കെ ഉണ്ട്, ഷേർലിയുടെ കയ്യിൽ പിന്നെ വളയും മാലയും കമ്മലും ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഉള്ളതൊക്കെ എടുത്ത് വേറെ എക്സ്ട്രാ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോയില്ല കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. അവരങ്ങനെ ഒറീസയിലേക്ക് യാത്രയായി. ഒറീസയിലേക്ക് യാത്ര ചെയ്യപ്പോഴത്തേനും ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴത്തേനും പിള്ളേരോട് ചോദിച്ചു, പാതിരാത്രിക്കാണ് വരുന്നത്, അമ്മച്ചി എന്ത് ചെയ്യടാ മക്കളെ എന്ന് ചോദിച്ചപ്പോഴത്തേനും അമ്മച്ചി കണ്ടില്ല, അമ്മച്ചി വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ കണ്ടില്ല, സന്ധ്യ ആയപ്പോൾ തന്നെ എവിടെയും കണ്ട് പോകാമെന്ന് പറഞ്ഞ് പോയി. പിള്ളേർക്ക് വലിയ പിടിപാടൊന്നുമില്ല അമ്മച്ചി എവിടെ പോയെന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവിടുന്ന് പുള്ളിക്കാരി ഒരു എഴുത്തെഴുതി വെച്ചിട്ടാണ് പോയത്, ഭർത്താവിനെ ഇന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ജോർജ് എഴുത്ത് കണ്ട് അന്തം വിട്ടുപോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഭാര്യ ഒളിച്ചോടിപ്പോൾ വല്ലവരോടും പറയാൻ പറ്റുമോ, പള്ളിയിലും പട്ടക്കാരുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, കൂട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, വീട്ടുകാരോടും ഒട്ടും പറയാൻ പറ്റത്തില്ല, പോലീസിൽ എങ്ങനെ വിവരം അറിയിക്കും, തനിക്ക് വന്നത് ഇങ്ങനെ അവളുടെ പാടായി അവൾ പോവുകയാണെങ്കിൽ പോട്ടെ, ജോർജ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആരോടും കാര്യമായിട്ടൊന്നും പറയാനൊന്നും പോകില്ല.
തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ ഒതുക്കി വെച്ചു. വളരെ അടുത്ത 1-2 പേരോട് ജോർജ് ഈ വിവരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ എന്നിലേക്കും ഈ വിവരം എത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചേട്ടാ ജോർജിൻ്റെ തീരുമാനം എന്താണ്, ജോർജ് എന്താണ് പറയുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ജോർജ് പറയുന്നത് പോയി അവളുടെ പാട്ടിന് പോയെങ്കിൽ അവൾ പോട്ടെ, അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാൻ, ജോർജിന് വിഷമമുണ്ട്, പിള്ളേരുടെ കാര്യത്തിലാണ് വിഷമം, ജോർജിന് കടയിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, പിള്ളേർ 3 പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ ജോർജ് എന്ത് ചോദിച്ചാൽ ജോർജിൻ്റെ അപ്പച്ചനെയും അമ്മച്ചീനെയൊക്കെ വേറെ സ്ഥലത്തായിരുന്നു, അവരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി ഇവിടുന്ന് വായിച്ച് വിട്ടതാണ് തറവാട്ടിലേക്ക്. ഇപ്പോൾ അവർക്ക് ആവശ്യം വന്നപ്പോഴത്തേന് അപ്പച്ചനെയും അമ്മച്ചീനെയൊക്കെ വിളിച്ച് ഇവിടെ തൽക്കാലം കാലടിയിലേക്ക് വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വന്നിട്ട് ഈ കാര്യം ഇരുചെവി അറിയാതെ, അപ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ അവളവിടെ പോയി, എങ്ങനെ പോയി, എന്തായി, എങ്ങനെയായി എന്നൊക്കെ ചോദിക്കാനായിട്ടൊക്കെ ഉള്ള ഇട വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യം അവരോട് പറയണമല്ലോ. അപ്പോൾ തന്നെ അതിന് മുൻപേറായിട്ട് ജോർജ് അവരോട് പറഞ്ഞു അവൾ വേറൊരു കാര്യത്തിൻ്റെ കേസ് കിട്ടുമായിട്ട് ബോംബെ വരെ പോയേക്കുവാണ്, അവൾ അത്യാവശ്യം പഠിച്ചു പറഞ്ഞാൽ ജോലിയുടെ കേസ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്, പുറത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവളുടെ ചാച്ചൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഇന്ന് അഡ്വാൻസ് ആയിട്ട് ജോർജ് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു. അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരപ്പം അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, എടാ നീ പോലീസ് വിവരം അറിയിക്കുക, അതല്ലെങ്കിൽ പിന്നെ പ്രശ്നമായി വരും, നാളെ എന്തെങ്കിലും വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തോ എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊക്കെയാവും. പക്ഷേ ജോർജ് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ പോലീസിലും വേറെ എങ്ങും അറിയിക്കുന്നില്ല, തൽക്കാലം അവളില്ല, ബോംബെക്ക് പോയി അവളുടെ ചാച്ചൻ്റെ പിന്നെ ജോർജിൻ്റെ ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകളാണ്, അവരവിടെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോയേക്കുവാണ്. എന്നാലും ആൾക്കാർക്ക് മറ്റുള്ള നമ്മുടെ സമീപവാസികളല്ലേ, നമ്മുടെ അയൽക്കാർ മറ്റുള്ള ആൾക്കാരൊക്കെ അല്ലേ, അവർക്കൊക്കെ വളരെ സന്ദേഹമൊക്കെ തോന്നി, പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നിയിരുന്നു. കാര്യമൊക്കെ ആയി, അങ്ങനെ ആയിക്കട്ടെ, നമ്മുടെ കാലടിയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സ്മൂത്തായിട്ട് അങ്ങനെ പോകുന്നു, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ കാമുകൻ്റെ കൂടെ ഒറീസയിലേക്ക് ഒളിച്ചോടി പോയ നമ്മുടെ ഷേർലിയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അവിടെ ചെന്നപ്പോൾ ഷേർലി നല്ല തണുത്തുറഞ്ഞ പ്രഭാതങ്ങളും മഴ പെയ്യുന്ന സായാഹ്നങ്ങളും അല്ലെങ്കിൽ മഞ്ഞുറഞ്ഞ നല്ല പ്രണയാതുരിതമായ ദിവസങ്ങളും അല്ലെങ്കിൽ രാത്രികളൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പോയത്. അവിടെ ചെന്നതിന് ആ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. അവിടെ ചെന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇവൻ്റെ ചെറുത് പടുതായൊക്കെ വലിച്ചു കെട്ടി ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ഒരു ഉണങ്ങിയ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള ഒരു വീടാണ്. അതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റി പോലെ മറ്റ് ധാരാളം വീടുകളുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞ് കിടക്കാൻ പോലും സ്ഥലമില്ല. അതൊരു ചെറിയ കുടിലാണ്. ഇവൻ്റെ അപ്പനും ഇവൻ്റെ അമ്മയും ഇവൻ്റെ 2 ചേട്ടന്മാരും ഒരു അനിയനും ഉണ്ട്. അവരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഒന്ന് വെളിക്കിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വിശാലമായിട്ടുള്ള പറമ്പിലേക്ക് പോകണം. കക്കൂസോ കുളിമുറി അങ്ങനെ സംഗതികളൊന്നുമില്ല. ആകെപ്പാടെ ഇവിടുന്ന് വലിയ സ്വപ്നസുന്ദരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പർദീസ സ്വപ്നം കണ്ടുപോയ ഷേറിലേക്ക് അവിടെ ചെന്ന് പർദീസ പോയിട്ട് പർദീസയുടെ അപ്പുറത്തുള്ളൊരു മറപ്പര പോലും അവിടെ ഇല്ലായിരുന്നു. പർദീസയിലെ മറപ്പര പോലും ഉള്ള ഒരു സംവിധാനക്രമങ്ങളൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഷേർലി ഹൃദയം തകർന്നു പോയി. തൻ്റെ കമിതാവിനോടൊപ്പം ഒന്ന് ശൃംഗാര ലീലകളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പ്രൈവസിയും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുണി മാറാനുള്ള സൗകര്യം പോലും ഇല്ല. അവിടെ ചെന്നപ്പോഴത്തേനും ഇവൻ പിന്നെ തൻ്റെ യജമാനത്തിനെയും കൊണ്ട് അടിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേനും അവൻ്റെ 2 ചേട്ടന്മാർക്കും അനിയനും വളരെയേറെ സന്തോഷമായി. അതുകൂടാതെ അവനടുത്ത 1-2 കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കും അധികം സന്തോഷമായി. അവരെല്ലാവരും നല്ല 6 പാക്ക് ഉള്ളവരും കാണാൻ നല്ല ആരോഗ്യ ദൃഢഗാത്രരും നല്ല സ്റ്റാമിനയുള്ള ചെറുക്കന്മാരായിരുന്നു. അവരൊക്കെ ഒറീസക്കാരന്മാരൊക്കെ നല്ല പണി പണിയുന്ന അവരോടൊക്കെ നല്ല പണി പണിയുന്ന ആൾക്കാരാണ്. ഇതുപോലെ നമ്മളുടെ പിന്നെ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് പോലെ ഗ്രീനറിയിലും അല്ലെന്നുണ്ടെങ്കിൽ സുഷുപ്തിയിലൊക്കെ ഇരുന്ന് അത്യാവശ്യം നന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് കേരളത്തിലിരിക്കുന്ന ചെറുക്കന്മാരെ പോലൊന്നും ആയിരുന്നില്ല. അവർ എല്ലാവരും നല്ല 6 പാക്ക് ബോഡിയൊക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഷേർലിക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയത്, ടു ബി ഫ്രാങ്ക്ലി. കാരണം എന്ത് ചോദിച്ചാൽ ഈ കാമുകിയും കൊണ്ട് അവിടെ ചെന്നിട്ട് അവനെ കാമുകിയായിട്ട് ഭാര്യയായിട്ട് കൊണ്ടുപോയത് ആളൊന്നും അല്ലായിരുന്നു. ചേട്ടന്മാരും അനിയന്മാർക്കൊക്കെ പിന്നെ ഷേർലിയെ സ്നേഹിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഷേർലിയുമായിട്ട് ശൃംഖരിക്കുന്നതുകൊണ്ടോ നമ്മുടെ ഇവിടുന്ന് പോയ ഒറീസക്കാരന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, അവൻ്റെ 2-3 കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു. അവരും ഷേർലിയെ പ്രണയിക്കുന്നതുകൊണ്ടും ഷേർലിയുമായിട്ട് ശൃംഖരിക്കുന്നതുകൊണ്ടും അവന് അല്പം പോലും വിഷമവും പ്രയാസവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഷേർലി തകർന്നു പോയി ഇവിടുന്ന് സ്വർഗം സ്വപ്നം കണ്ടു പോയിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രണയാതുരിതമായ ഒരു ടുലിപ്പ് പൂക്കളുടെ നടുവിലുള്ള അതുപോലെ നിറച്ച് റോസാപ്പൂക്കളും മഞ്ഞുതുള്ളികൾ ഉതിർന്നു വീഴുന്ന പ്രഭാതങ്ങളും അങ്ങനെയുള്ള ഭയങ്കര വർണ്ണസങ്കല്പങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മുടെ പാവപ്പെട്ട ഷേർലി അവിടേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേലും അവിടെ തീജ്വാലകളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ കുറുക്കന്മാരെ പോലെ ആളുകളായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. ഷേർലി ആകെപ്പാടെ പെട്ടുപോയി. ഷേർലിയുടെ ഫോണും അവിടെയുള്ള സ്വർണ്ണവും മറ്റുള്ള സംഗതികളൊക്കെ അവൻ കൊണ്ട് ചെന്നപ്പോൾ തന്നെ എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു. കാര്യങ്ങൾ ഷേർലിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അവൻ കൈക്കലാക്കി എങ്ങനെയെങ്കിലും ഷേർലിൻ നിന്നെ തല്ലിക്കൊന്ന് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വിൽക്കാവുന്നതൊക്കെ ആർക്കെങ്കിലും വിറ്റ് കളയുക, എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലേക്ക് അതിനെ വെച്ച് ഇനി പൈസ ഉണ്ടാക്കുക എന്നുള്ള മാർഗത്തിലേക്ക് അവൻ തുനിയുകയാണ്. തൻ്റെ കാമുകൻ്റെ ശരിയായിട്ടുള്ള മുഖം അതാണ് എന്ന് മനസ്സിലാകുക. 24കാരൻ്റെ തനി പകർപ്പ് കണ്ട് മനസ്സിലാക്കിയ ഷേർലി തകർന്ന് തരിപ്പണമായി താഴേക്ക് പോയി, പപ്പടം പോലെ പൊടിഞ്ഞു പോയി. ഒന്ന് ഫോൺ വിളിക്കാനായിട്ടോ വീട്ടിലേക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മാർഗ്ഗമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ താൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ തൻ്റെ ഗതി ഏറ്റവും ഭയാനകമായ ഗതിയായിരിക്കും. പണ്ട്
പണ്ട് മാത്യു മറ്റത്തിൻ്റെ പണ്ട് നോവലിലൊക്കെ വായിച്ച്, മുട്ടത്ത് വർക്കിയുടെ നോവലിലൊക്കെ വായിച്ച് അതുപോലുള്ള അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കോട്ടയം പുഷ്പനാഥിൻ്റെ ഭീകര നോവലിലെ പോലെയുള്ള ക്രൈം ത്രില്ലറിൻ്റെ അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം എത്തിയെന്ന് മനസ്സിലാക്കിയ ഷേർലി അവിടെയുള്ള ഒരു സ്ത്രീയോട് കാലെ കയ്യെ പിടിച്ചിട്ട് അവരുടെ ഫോണിൽ നിന്ന് തൻ്റെ ഭർത്താവിന് ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടായി എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാനിവിടെ വന്നിട്ട് വലിയ കെണിയിലാണ് പെട്ടിരിക്കുന്നത്, എന്നെ ഇവർ കൊന്നുകളയും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് മാറുകയാണ്, ചേട്ടായി എന്നോട് ക്ഷമിക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് വന്ന് രക്ഷിക്കണം, ഞാൻ ഇന്ന സ്ഥലത്താണുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയും വിളിച്ച് പറയുകയും ചെയ്തു. എന്താണെങ്കിലും പാവപ്പെട്ട ജോർജിന് എന്തായാലും തൻ്റെ 3 പിള്ളേരെ അമ്മേനെ അത്ര പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഉള്ള കാര്യം ടു ബി ഫ്രാങ്ക്ലി പറയാം. ജോർജ് ഇവിടുന്ന് 2-3 പേരൊക്കെ ആയിട്ട് നേരെ വിട്ടടിച്ചെന്ന് ചെന്നു. ഇവിടുന്ന് ഡിബറിംഗ് എക്സ്പ്രസ്സിൽ കയറി ചെന്ന് പറഞ്ഞ പ്രകാരമുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി അവിടെ ചെന്ന് കൈയോടെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നമ്മുടെ ചെമ്പഴുക്ക പോലെ ഇരുന്ന ഷേർലി അവിടെ കരുവാളിച്ച് ഏകദേശം ഒരു വല്ലാത്ത രൂപത്തിലായി ഡാഗിനിയുടെ മറ്റൊരു പകർപ്പ് പോലെയായി ആ രീതിയിലേക്ക് മാറി വിഷമിച്ച് എല്ലാ സംഗതികളും പോയി ഉടുക്കാനൊരു തുണി പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ ചെന്ന പാടെ കെട്ടിയവൻ്റെ കാലെ കയ്യെ പിടിച്ച് കാലിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണെങ്കിലും ഇവൻ അവിടെ നിന്ന് ചെന്ന സമയത്ത് രായ്ക്കരാമായന ഇവന്മാരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി. പിന്നെ ഷേർലിനെയും കൊണ്ട് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവർ തിരിച്ച് വന്ന് അടുത്ത ട്രെയിനിന് കയറി. പിന്നെ ഇവിടെ തിരിച്ച് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അപ് ടു പകുതി വരെയാണ് ട്രെയിനിൽ വന്ന് അവിടുന്ന് കയറി ഫ്ലൈറ്റിൽ വന്നിട്ട് നേരെ പെരുമ്പാവൂർ കാലടിയിലേക്കൊന്നും അല്ല വന്നത്. പിന്നെ നമ്മുടെ ജോർജിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഷേർലിയുടെ അവസ്ഥ അത്രമാത്രം മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അത്രയും എന്താ പറയുക, അത്രമാത്രം തകർന്ന് തരിപ്പണമായി. ഞാൻ പറഞ്ഞു പപ്പടം പോലെ പൊടിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് മനുഷ്യക്കോലത്തിലേക്ക് ആക്കിയെടുക്കണ്ടേ ഷേർലിനെ? അത് തന്നെയല്ല, ഷേർലി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആകെപ്പാടെ തകർന്നിരുന്നു. ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ ഷേർലി എത്തിയിരുന്നു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ജോർജ് ഒന്നും പറഞ്ഞില്ല. തൻ്റെ 3 മക്കളുടെ അമ്മയായതുകൊണ്ടും അയാളുടെ മനസ്സിലുള്ളത് ആരാണെന്ന് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ നിമിഷം വരെ എന്താണ് ജോർജിൻ്റെ മനസ്സിലുള്ളത് എന്നൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു 10-15 എന്താണെങ്കിലും ഒരു 10-25 ദിവസം പോയിട്ട് ഒറീസയിൽ താമസിച്ചില്ല. 15 ദിവസം അവിടെ വളരെ അടുത്ത കൂട്ടുകാരൻ്റെ വീട്ടിൽ ഭാഗമണിലായിരുന്നു. അത് അവിടെ പോയി താമസിച്ച് ഏകദേശം ഒന്ന് പച്ചപ്പൊക്കെ ആയതിന് ശേഷം ഓക്കെ ആയതിനു ശേഷം ഷേർലിനെ തിരിച്ച് കാലടിയിലേക്ക് ഇറക്കുമതി ചെയ്തു. സ്വാഭാവികമായിട്ടും അടുത്തുള്ള ആൾക്കാർക്ക് ബോംബെ പോയിട്ട് എന്ത് പറ്റി, പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായി, അത് ശരിയായി, ജോലിക്ക് പോകുന്നുണ്ട് എന്നൊക്കെയാണെന്ന്, ഫ്ലൈറ്റ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ജോർജ് അത്തരത്തിലുള്ള കഥ പറഞ്ഞ് വെച്ചതുകൊണ്ട് ഏകദേശം ഷേർലിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത പിന്നെ പോകേണ്ട ഡേറ്റൊക്കെ അവരെ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. പിള്ളേരെ വന്നിട്ട് അമ്മേനെ എന്തോ ഒരു വല്ലാത്തൊരു ജീവിയെ നോക്കുന്നത് പോലെ പിള്ളേർക്ക് പണ്ടത്തെ പോലെ ഒരു അടുപ്പം പിള്ളേർക്ക് ഷേർലിയോട് തോന്നുന്നില്ല. ഷേർലിക്ക് എന്താണ് പറയേണ്ടത്, പിള്ളേരോട് ബിഹേവ് ചെയ്യേണ്ട രീതികൾ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാരണം ഷേർലി അത്രമാത്രമായിട്ട് മാനസികമായി അധപ്പതിച്ച് ആ ഒരു ഫ്ലാറ്റ് ലെവലിലേക്ക് എത്തിയിരുന്നു. ജോർജ് നമ്മുടെ കുടവേറൊക്കെ വെച്ചിട്ട് കടയിലിരുന്ന് പിന്നെ ഉണക്കക്കൊപ്രായുടെയും അല്ലെങ്കിൽ കൊക്കോയുടെയും കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയൊക്കെ മണമൊക്കെ ഉണ്ടെങ്കിലും കണക്കെടുപ്പൊക്കെ എടുത്ത് നടത്തുകയാണെങ്കിൽ തൽക്കാലം ഇതുവരെ യാതൊരു കാര്യങ്ങളും ഷേർലിയോട് ചോദിക്കുകയോ ഒരു കമാന്നൊരക്ഷരം മിണ്ടുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ ഈ വിവരം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സമയം വരെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ജോർജിൻ്റെ തീരുമാനം എന്താണ്, ജോർജിൻ്റെ മനസ്സിലെന്താണ് എന്നുള്ള കാര്യം അറിയില്ല. അതിനു മുമ്പ് ഈ സംഗതി ട്രാവൽ വിത്ത് സുനിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഞാനിത് ഇതിനകത്ത് ഒരു പക്ഷേങ്കിൽ ഈ സ്റ്റോറി ജോർജിന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അല്ലെങ്കിൽ ഷേർലിക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ, ഞങ്ങൾ ഒരു ബാച്ചിലുള്ള അല്പം ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുകയുള്ളൂ. ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം എത്തിച്ചത്. ഒരു പക്ഷേ ഇതിൻ്റെ കാരണം കൊണ്ട് ഞാൻ ഇന്ന് സാങ്കല്പികമായി പറഞ്ഞ ജോർജ് അല്ലെങ്കിൽ ഷേർലി എന്ന് പറഞ്ഞ പേരുകാർ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആളുകൾ ചിലപ്പോൾ എന്നോട് പിണങ്ങുമായിരിക്കാം. കാരണം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച ഈ സംഗതി മറ്റുള്ളവരിലേക്ക് ഇത് ആളുകളിലേക്ക് എത്തിച്ചല്ലോ എന്നുള്ള ഒരു ഈർഷ്യയും അല്ലെങ്കിൽ ഒരു ദേഷ്യവും എന്നോട് ഉണ്ടായേക്കാം എന്നുള്ള കാര്യം എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. പക്ഷേ അതിലുപരിയായിട്ട് നമ്മുടെ ലക്ഷോപലക്ഷം 10,000-കണക്കിനുള്ള കുടുംബങ്ങളിൽ അല്ലെ കേരളത്തിൽ ഇപ്പോൾ അന്യസംസ്ഥാനക്കാർ ധാരാളമായിട്ട് വരികയും ഇവിടെ ജോലി ചെയ്യുകയും ഇവിടുത്തെ പല സംവിധാനക്രമങ്ങൾ പല കുടുംബങ്ങളെയും താറുമാറാക്കി മുന്നോട്ട് പോവുകയും അടിച്ചു കൊല്ലുകയും സ്വർണ്ണത്തിന് വേണ്ടി മാല പൊട്ടിച്ചു കൊല്ലുകയും കൊലപാതകങ്ങൾ നടത്തുകയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇതൊരു അലർട്ടായിരിക്കട്ടെ. കാരണം എൻ്റെ സ്നേഹിതന് എനിക്കും ഇതറിയാവുന്ന കാര്യങ്ങൾ പോലെ മറ്റുള്ള കാര്യങ്ങൾ ലോകർക്കും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇത് മനസ്സിലാക്കുക, കരുതിയിരിക്കുക. ആരെയും ഒരു കാരണവശാലും ഒരു അന്യസംസ്ഥാന തൊഴിലാളികളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുവാനോ വീട്ടുകാരുമായിട്ട് വളരെ ഡീപ്പായിട്ട് അടുത്ത ഇടപെടുകയാണ്. കാരണം അവർ വളരെ നല്ലവരായിരിക്കും. നമ്മൾ
നിർത്താനുള്ളതായിട്ട് ഒരു ചാൻസ് ആർക്കും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. എല്ലാവരെയും ആര് തന്നെയാണെങ്കിലും നിർത്തേണ്ടടുത്ത ആളുകളെ നിർത്തുക. ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് ആരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയോ അവരെ വീട്ടുകാരുമായിട്ട് ധാരാളം ഇൻവോൾവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക. കടയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മുടെ മലയാളികൾ ആരും ജോലി ചെയ്യാനായിട്ട് തയ്യാറാവാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ധാരാളം അന്യസംസ്ഥാനക്കാർ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ കഥ മാത്രമാണ് സത്യമായതുള്ളത്. സന്ദർഭവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്പം സാങ്കല്പികമായിട്ട് എന്ന് വെച്ചാൽ പേരും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് അത് എന്നോട് സദയം ക്ഷമിക്കുക. വീണ്ടും ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യസന്ധമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു.